ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ രാവിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉച്ചവരെയുള്ളതാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ ചായയും ബിസ്ക്കറ്റും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പത്തിന് മാവ് ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡിയായിട്ടുണ്ട്. അതിനകത്ത് ഉപ്പ് ചേർത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ചെടിയൊക്കെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. വാടി നിൽപ്പുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളയാൻ വേണ്ടി ഇറങ്ങിയാണ്. പിന്നെ ഇത് പിഴിഞ്ഞൊടിക്കുന്ന നാരങ്ങയാണ്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ വലുതാവത്തൊന്നുമില്ല, ഇച്ചിരി ഒരു നിറം വരും, അപ്പോഴത്തേനും പറിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാൻ കൊള്ളാം. പിന്നെ മക്കോട്ട ദേവ എന്ന് പറയും. ഇത് ചുവന്ന നിറമാകുമ്പോൾ ഇതിനെ ഉണക്കി ഷുഗറുകാർ വെള്ളത്തിൽ ഇട്ട് കുടിക്കുന്നത്. പിന്നെ അടീനിയത്തിൽ 2 കൊമ്പ് വന്നിട്ടുണ്ട്. ഇതിന് ഉണങ്ങുമ്പോഴത്തേന് നട്ട് നോക്കാം. 4 മണിക്ക് കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടി മുറ്റത്ത് തന്നെ നിൽക്കുന്ന വയണയില പറിച്ചു. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആടലോടകം നിൽപ്പുണ്ട്. പിന്നെ ഇത് ഞാൻ വന്ന കാലം തൊട്ടേ ഉള്ളതാണ്. 4 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം ഒരെണ്ണമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കടലക്കറി വെക്കാനായിട്ട് കയറി. തലേന്ന് കുതിർത്ത് വെച്ച കടലയാണ്. ഇതിന് കറി വെക്കണം. കുക്കറിനകത്ത് തന്നെ ഞാൻ കടുക് വറുത്തിട്ട് പൊടികളെല്ലാം വഴറ്റിയിട്ട് കടലയിട്ട് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചാണ് ഞാൻ കടലക്കറി വെക്കുന്നത്. പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് മിക്സിക്കകത്ത് ചാറിന് വേണ്ടി അരച്ചൊഴിക്കാറുണ്ട്. അത് പലരും ചെയ്യുന്നത് കണ്ട് തന്നെ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. ചാറ് വേണം എല്ലാവർക്കും, ചാറ്. അവസാനമല്ലേ കടല മാത്രം കിടക്കും. പിന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് നാളത്തേക്കിനും കഴുകി വെക്കാം, ഇന്ന് ഇച്ചിരി എടുക്കാം. ഇക്കായ്ക്കും വാപ്പാക്കും വേണ്ടാന്ന് പറഞ്ഞു ഉച്ചക്കത്തേക്കിന്, അവർക്കൊരു കല്യാണമുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് വറുത്തരച്ച് കറി വെക്കാണ്. രാവിലെ ഒരാൾ കൊഞ്ച് കൊണ്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന കണ്ട, കാണുന്നതേ ഉള്ളൂ, തിന്നത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ കൊഞ്ച് ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ട് മുറ്റം തൊക്കെ ഇറങ്ങി. ഇന്നലെ പറിച്ചുകൊണ്ട് വന്ന ഏത്തപ്പായ കണ്ട ശോഷിച്ചിരിക്കുന്നു. അതൊക്കെ മുറ്റമൊക്കെ തൊത്തിട്ട് വന്നപ്പോഴത്തേന് വിശന്ന്. അങ്ങനെ പിന്നെ ഞാൻ അപ്പവും കടലക്കറിയും കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച് ഒന്ന് അടുപ്പ് കത്തിച്ച് അരിയിടാനൊന്നും വയ്യ, കുക്കറിൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ കൊഞ്ച് വൃത്തിയാക്കിയിട്ട് വന്നപ്പോഴത്തേന് ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ കാപ്പി കൊടുത്തിട്ട് പിന്നെ കൊഞ്ച് കറി വെക്കാനായിട്ട് കയറി. കൊഞ്ച് വറുത്തരച്ച് ആണ് കറി വെക്കുന്നത്. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് കൊഞ്ചിട്ട് വഴറ്റിയിട്ട് അരപ്പ് ചേർത്താണ് കറി വെക്കുന്നത്. ഞാൻ നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്തരയ്ക്കുന്ന അരപ്പിനകത്ത് ഇച്ചിരി മസാലയും കൂടെ ചേർക്കും, ഗരം മസാല. ബാക്കിയൊന്നും വ്യത്യാസമൊന്നുമില്ല, വറുത്തരച്ച് വെക്കുന്ന പോലെ തന്നെ ഇതും വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് വിറവ് കീറാൻ 2 ജോലിക്കാരുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവർക്ക് 2 പേർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പവും കടുംചായയൊക്കെ ഇട്ട് കൊടുത്ത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ സപ്പോർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പുറത്ത് അടുപ്പിൽ ഇത് കൊഞ്ച് കറി ഇരുന്ന് റെഡിയാവുന്നുണ്ട്. കൊഞ്ച് കറിയെല്ലാം റെഡിയായി അടുക്കളയൊക്കെ ഒതുക്കി കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോഴത്തേന് കുറേ പാത്രങ്ങളെല്ലാം കഴുകി വലിയ അടുക്കളയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ തൂത്തിട്ടില്ല. പാദാമ്പരമൊക്കെ തുടച്ച് സിങ്കൊക്കെ കഴുകിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തൂക്കാൻ കയറി. പിന്നെ 2 ആൺപിള്ളേരുള്ള വീട് എല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും വൃത്തികേടായിരിക്കും. പിന്നെ ഞാൻ കൊഞ്ച് കറിയും കൂട്ടി ചോറുണ്ണാൻ വന്നു. കൊഞ്ച് കറിയാണെങ്കിൽ 5 കറി എന്നാണല്ലോ, വേറെ കറിയൊന്നും വെച്ചില്ല, തോരനൊന്നും വെച്ചില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.